മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, ഒരാളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഒരു അടിമയെ കൊണ്ട് അല്ലാഹു ഖൈറിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാളെ കൊണ്ട് അല്ലാഹു ചെയ്യുന്ന പരിപാടി? യസ്സറ ലിസാനഹു ലിസ്സലാത്തി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ നാവ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ എളുപ്പമാക്കി കൊടുക്കുമത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല. മാഷാ അല്ലാഹ്, വളരെ അടിവരയിടേണ്ട ഒരു വിഷയമാണ്. ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അയാൾ സ്വലാത്ത് ചൊല്ലാൻ അയാളുടെ നാവിന് അള്ളാഹു വലിയ എളുപ്പം കൊടുക്കും, സ്വലാത്തിനോട് വലിയ ഇഷ്ടം കൊടുക്കും, സ്വലാത്തിനോട് വലിയ മഹബത്ത് കൊടുക്കും. സ്വലാത്ത് ചൊല്ലുന്ന ആളായി അയാൾ മാറും. അയാളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, വൈദാ അറാദ ബിഅബ്ദിഹി ശർറാ, നേരെ അതിന്റെ എതിര് അക്സ്, ഒരാളെ കൊണ്ട് അള്ളാഹു തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഹബസ ലിസാനഹു അനിസ്വലാത്തി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് അവന്റെ നാവിനെ തടഞ്ഞു വെക്കുന്നതാണ്. സ്വലാത്ത് ചൊല്ലാന് കഴിയാത്ത നാവ്, ആ നാവ് വലിയ ഹതഭാഗ്യമുള്ള നാവാണ്. ആ ശരീരം വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ശർറാണത്. ആ ശരീരത്തെ കൊണ്ട് ശർറ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല. അല്ലാഹു ഒരാളെ കൊണ്ട് ശർറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ, തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല. സ്വലാത്തിനോട് ഇഷ്ടമുണ്ടാകൂല, സ്വലാത്തിനോട് മഹബത്തുണ്ടാകൂല. സ്വലാത്ത് എന്ന് പറയുമ്പോഴേക്ക് അയാൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു വൈമനസ്യം വരികയാണ്. സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സില്ല, സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല. സ്വലാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനോട് പുച്ഛമാണ്, അതിനോട് നിന്ദ്യതയാണ്, അതിനോട് വെറുപ്പാണ്. സ്വലാത്ത് ചൊല്ലാൻ നാവ് പൊന്തുന്നില്ല. സ്വലാത്ത് ചൊല്ലി തുടങ്ങുമ്പോഴേക്കും അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല. സ്വലാത്തിനോ